എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന സമരം വൻ വിജയമായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സമരം ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കുടുംബമുണ്ട്. ആ കുടുംബങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കടന്നുപോയത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളിലൊന്നും പ്രവർത്തിച്ച് ശീലമില്ലാത്തവരാണ് അവരുടെ മാതാപിതാക്കളെങ്കിൽ അവരുടെ കുട്ടി സമരരംഗത്താണെന്നറിഞ്ഞാൽ അവർ എത്രമാത്രം ഉത്കണ്ഠപ്പെട്ടിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കോക്രോച്ച് പാർട്ടിയുടെ നേതാവായ അഭിജിത്തിൻ്റെ കുടുംബം. അഭിജിത്തിൻ്റെ അമ്മയുടെ പേര് അനിത ദീപ്കെ എന്നാണ്. അച്ഛൻ ഭഗവാൻ റാവു ദീപക്. ഏക മകനാണ് ഈ അജിത്ത്. ആ അമ്മ പറയുന്നത് കേൾക്കുക. അഭിജിത്തിനെ അവർ തീവ്രവാദി എന്ന് വിളിച്ചു, അവനെ മർദ്ദിച്ചു, അവൻ്റെ പേരിൽ മഷിയൊഴിച്ചു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന ആളാണെന്ന് പ്രചരിപ്പിച്ചു. പക്ഷേ ഒടുവിൽ അവൻ വിജയിച്ചു. അവനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചനെ. ശരിയാണ്, അഭിജിത്ത് ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. തെരുവിൽ നിന്നും കിട്ടുന്ന ഭക്ഷണവും വെള്ളവും ആയിരുന്നു അവരുടെയൊക്കെ ഭക്ഷണം. കുറച്ച് നാളായി സ്വാഭാവികമായും ടൈഫോയിഡ് ബാധിച്ചിരിക്കുകയാണ്. ഇത് അഭിജിത്തിൻ്റെ മാത്രം കാര്യമല്ല. കുറേ നാളായി ജന്തർ മന്ദറിൽ തമ്പടിച്ചിരിക്കുന്ന നൂറുകണക്കിന് കുട്ടികളെ പല അസുഖങ്ങളും ബാധിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ കുറച്ച് നാൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത്? ഈ വർഷം മെയ് 3 നീറ്റ് പരീക്ഷ നടന്നത്. ഏകദേശം 22 ലക്ഷം വിദ്യാർത്ഥികൾ ആ പരീക്ഷ എഴുതി. മെയ് 12 തന്നെ ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണമുണ്ടായി. തുടർന്ന് ആ പരീക്ഷ റദ്ദാക്കി. എന്നാൽ ഈ ചോർച്ച ആദ്യത്തേതായിരുന്നില്ല. 2024 2 വർഷം മുമ്പത്തെ നീറ്റ് ചോദ്യപേപ്പറും ചോർന്നിരുന്നു. കുട്ടികൾ പരീക്ഷ എഴുതുന്നു, ചോദ്യപേപ്പർ ചോരുന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് ആ പരീക്ഷ മാറ്റിവെക്കുന്നു. കുട്ടികൾ വീണ്ടും ഈ പരീക്ഷ എഴുതുന്നു. ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു സാധാരണ സംഭവമായി സർക്കാരിന് തോന്നിയിരിക്കാം. എന്നാൽ കുട്ടികളെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന കുടുംബങ്ങൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്ക് ആ പ്രായത്തിൽ കിട്ടേണ്ട എല്ലാവിധ സന്തോഷങ്ങളും ഉപേക്ഷിച്ചാണ് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റാതെ, ബന്ധുക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ, എന്തിന് ഇഷ്ടത്തിനൊന്ന് ചുരുണ്ടുകൂടി ഉറങ്ങാൻ പോലും കഴിയാതെ 5-6 വർഷങ്ങൾ നരകതുല്യമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. എന്നിട്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വേണമെന്ന് സുഖമായി കിടന്നുറങ്ങാൻ എന്ന ലളിതമായ ആഗ്രഹമുള്ള കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ ഉടൻ കേൾക്കുന്നത് എന്താ? ചോദ്യപേപ്പർ ചോർന്നു, വീണ്ടും പരീക്ഷ എഴുതണം. എന്തായിരിക്കും അത് കേൾക്കുമ്പോഴുള്ള ഒരു കുട്ടിയുടെ മാനസിക ടെൻഷൻ? അതിലും കൂടുതലായിരിക്കും മാതാപിതാക്കളോട്. 2026 മെയ് 15 നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കോക്രോച്ച് എന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഈ നീറ്റുമായി ബന്ധപ്പെട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടുത്തെ യുവാക്കളെ പറ്റിയായിരുന്നു. ജോലിയൊന്നും ലഭിക്കാതെയും ഒരു പ്രൊഫഷണലിലും സ്ഥാനമില്ലാതെയും കഴിയുന്ന ചില യുവാക്കൾ പാറ്റകളെ പോലെയാണ്. അവരിൽ ചിലർ മാധ്യമങ്ങളിലിരുന്നും, ചിലർ സോഷ്യൽ മീഡിയയിലിരുന്നും, ചിലർ RTI പ്രവർത്തകരായും മറ്റു പ്രവർത്തകരായും എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇത് പുതുതല്ല. പ്രതിഷേധിക്കുന്നവരെയും അതൃപ്തിയുള്ളവരെയും കൂതറകളെന്നും പാറ്റകളെന്നും അഭിസംബോധന ചെയ്യുക കുലീനവർഗങ്ങളിൽപ്പെട്ടവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. സുപ്രീം കോടതിയിൽ ഇത്തരം കുലീനർ വന്ന് നിറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ സംവരണമില്ല എന്നതാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ അവിടെ സംവരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 50% ജഡ്ജിമാരെങ്കിലും മറ്റൊരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് അവിടെ വരുമായിരുന്നു. വിവിധ ജാതി മത സാംസ്കാരിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഇന്ത്യയുടെ ഒരു ട്രൂ കോപ്പിയായി നമ്മുടെ കോടതികൾ മാറുമായിരുന്നു. എന്തുകൊണ്ടോ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ജഡ്ജിമാരുടെ നിയമനത്തിൽ സംവരണം നിർബന്ധമാക്കിയില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടിട്ടും സുപ്രീം കോടതിയിൽ ചില പ്രത്യേക കുലീന സമുദായങ്ങളുടെ മൃഗീയ ആധിപത്യമാണ് നിലനിൽക്കുന്നത്. അവരൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഉള്ളിൽ കയറിക്കൂടിയ തമ്പ്രാൻ വൊക്കബുലറീസ് കോടതിക്കുള്ളിൽ ഇരിക്കുമ്പോഴും അവരറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പാറ്റ ആ വൊക്കാബുലറിയിൽപ്പെട്ട ഒരു വാക്കാണ്. നിങ്ങൾ കറ നല്ലതാണെന്ന് പരസ്യം കേട്ടിട്ടുണ്ടല്ലോ. യുവാക്കളെ പാറ്റകളായി ഉപമിച്ച ഈ പരാമർശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമായി ഭവിച്ചു. യുവാക്കളെ നോക്കി നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറയുകയാണ് ഇന്ത്യയുടെ രത്നങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഇതാരും ശ്രദ്ധിക്കുകയുമില്ല, ഒരു പ്രയോജനവും ഇന്ത്യക്ക് കിട്ടുകയുമായിരുന്നില്ല. സോ കറ നല്ലതാണ്, നമ്മുടെ ജഡ്ജിയും നല്ലതാണ്. പാറ്റ എന്ന പരാമർശമുണ്ടായ മെയ് 16 തന്നെ അഭിജിത്ത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു ആക്ഷേപഹാസ്യ സംഘടന രൂപീകരിച്ചു. എക്സിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും വന്നു. എല്ലാ കോക്രോച്ചുകളും ഒന്നിച്ചു കൂടിയാൽ എന്താകും എന്നൊറ്റ ചോദ്യം.
ഈ പോസ്റ്റ് വലിയ ജനശ്രദ്ധ നേടി. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാം നമ്പർ പാർട്ടി ഒന്നാം നമ്പർ തരികട കാണിച്ചു. മെയ് 19 അവരുടെ സർക്കാർ പാറ്റകളുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടയാൻ വേണ്ടി എക്സിന് നോട്ടീസ് കൊടുത്തു. ഇത് പോരാതെ മെയ് 23 മോദി സർക്കാർ പാറ്റകളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തടയാൻ IT നിയമം ഉപയോഗിച്ചു. ഇതിന് നമ്മൾ പറയുക, മലയാളികൾ പറയുക, അളയിലിരിക്കുന്ന പാമ്പിൻ്റെ വായിലേക്ക് കൈയിട്ട് കൊടുത്ത് കൊത്തു വാങ്ങുക എന്നാണ്. മോദിക്ക് കൊത്ത് കിട്ടുന്നത് അപ്പോഴാണ്, ജൂൺ 6. അന്ന് പാറ്റകളുടെ പാർട്ടിയായ CJP ജന്തർ മന്ദറിൽ ആദ്യ തെരുവ് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചു. 2 ദിവസം കഴിഞ്ഞ് ജൂൺ 8 അഭിജിത് ദീപ്കെ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ഒരു ഹർജി നൽകി. ജൂൺ 11 അടിയന്തരമായി നിയമം കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളിലേക്ക് അവർ പരീക്ഷാ പരിഷ്കാരങ്ങളെപ്പറ്റി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ആവശ്യങ്ങൾ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ജൂൺ 20 ജന്തർ മന്ദറിൽ അനിശ്ചിതകാല ധർണ ആരംഭിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കി. അപ്പോഴാണ് ജൂൺ 28 സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക് സമരത്തിൽ പങ്കുചേരുന്നത്. അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. ജൂലൈ 18 ആയപ്പോൾ നിരാഹാര സമരത്തിന് 21 ദിവസമായി. സോനം വാങ്ചുക്കിനെ ഡൽഹി പോലീസ് പ്രതിഷേധ സ്ഥലത്ത് നിന്ന് ഫലമായി നീക്കി. ജൂലൈ 20 CJP നേതാക്കൾ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ CJP നേതാക്കളെ അവർ വെർച്വൽ തടങ്കലിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം 20ന്റെ മേലെ കടന്നു. ഇത് പൊതുസമൂഹ മനസാക്ഷിയെ അതിയായി വേദനിപ്പിച്ചു. അവരെ ഭയപ്പെടുത്തി. സ്വന്തം മക്കളെ ഓർത്ത് ഓരോ കുടുംബവും ഉത്കണ്ഠപ്പെടാൻ തുടങ്ങി. ഇത് നാളെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലോ എന്ന തോട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ വൈജ്ഞാനിക സമൂഹം ഒന്നടങ്കം സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ്. സിനിമാ താരങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, അതുപോലെ മുമ്പ് BJP അനുഭാവികളായിരുന്നവർ എല്ലാവരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. വിദ്യാർത്ഥികൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞവരായിരുന്നു അധികം സെലിബ്രിറ്റികളും എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ അവർ ഉദ്ദേശിച്ച ആശയം പകൽ പോലെ വ്യക്തമായിരുന്നു. ജൂലൈ 21 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ പിന്നെ നമ്മൾ കണ്ടത് രാജ്യം മുഴുവൻ ഈ സമരം അലയടിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ നടത്തിയ ചലോ സംസദ് മാർച്ച് പോലീസ് ലാത്തിചാർജ് ചെയ്തു. മൃഗീയമായ മർദ്ദനം നടന്നു. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച് അമിത് ഷായുടെ RIF തേർവാഴ്ച നടത്തി. ഷോക്ക് പിടിപ്പിച്ച ലാത്തികൾ കൊണ്ട് കുട്ടികളെ സ്തബ്ധരാക്കി നിർത്തി. ഒരു പെൺകുട്ടി ICUവിൽ ജീവന് വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം അതിൻ്റെ ഭാവി തലമുറയെ മൃഗീയമായി വേട്ടയാടി. ഇതിനിടയിൽ ജൂലൈ 22 സുപ്രീം കോടതി സ്വമേധയാ ഈ കേസ് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീഡിയോ കാണലല്ല നമ്മുടെ പണിയെന്ന് ഒരു പ്രമുഖ തമ്പ്രാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പറഞ്ഞു. CJPയുടെ ഇൻസ്റ്റാഗ്രാം പേജ് തടഞ്ഞെങ്കിലും 30 മിനിറ്റിനകം പുനഃസ്ഥാപിക്കേണ്ടി വന്നു. ജൂലൈ 23 ഇതൊക്കെ 2-3 ദിവസം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. ജൂലൈ 23 നമ്മുടെ കേളൻ ആദ്യമായിട്ടൊന്ന് കുലുങ്ങി. പ്രധാനമന്ത്രി പ്രതിഷേധക്കാരുമായി X വഴി ആശയവിനിമയം നടത്തി. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്നും ചോദ്യപേപ്പർ ചോർച്ച അതുപോലെ അതിനുമായി ബന്ധപ്പെട്ട കേസുകൾ ദ്രുതഗതിയിൽ അന്വേഷിക്കാൻ ഒരു അതിവേഗത കോടതി വരെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന വിഷയത്തിൽ നിന്ന് മോദി വഴുതി മാറി. ഇതിനിടയിൽ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം അദ്ദേഹം അവസാനിപ്പിച്ചു. മന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും അദ്ദേഹത്തിന് നാരങ്ങ നീര് കൊടുത്തു. സത്യത്തിൽ അവശനായി കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് വലിയൊരു കാര്യമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. നെഗോഷ്യബിളായ ആവശ്യങ്ങളല്ല. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ബദലില്ല, രാജിവെക്കുക തന്നെ വേണം. ജൂലൈ 25 ഇന്നലെ വിദ്യാർത്ഥി നേതാക്കളുമൊത്ത് കാലത്ത് 10 ജനപഥിൽ പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കില്ല, അതുവരെയും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ വിദ്യാർത്ഥികൾക്ക് തന്നെ. പിന്നെ അധിക സമയം കഴിഞ്ഞില്ല, അനിവാര്യമായി സംഭവിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ധർമ്മേന്ദ്രയുടെ ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഇത്. മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ട് വയ്ക്കാത്ത പോരാളിയായിരുന്നു ഇന്നലെ വരേക്കും ധർമ്മേന്ദ്ര പ്രധാൻ. പുള്ളിക്കിപ്പോൾ 57 വയസ്സുണ്ട്. 1969 ഒഡീഷയിൽ ജനിച്ച പ്രധാൻ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. BJP എന്നും എതിർക്കുന്ന മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി. അദ്ദേഹത്തിൻ്റെ പിതാവ് ദേവേന്ദ്ര പ്രധാൻ RSS പ്രവർത്തകരായിരുന്നു. 1980 BJPയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് ദിയോഗഡിൽ നിന്ന് ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1998 മുതൽ
2001 വരെ വാജ്പേയി സർക്കാരിൽ ഉപരിതല ഗതാഗത കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. RSSൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ABVP വഴിയാണ് ഈ അച്ഛൻ മകനെ കയറ്റിവിട്ടത്. പിന്നീട് ധർമ്മേന്ദ്രയെ യുവമോർച്ചയിലും ചേർത്തു. പൊടുന്നനെ MLA ആക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകരുത്. ധർമ്മേന്ദ്ര പ്രധാൻ ഭുവനേശ്വറിലെ ഉൽക്കൽ സർവകലാശാല പഠിച്ചത്. അവിടെ ആന്ത്രപ്പോളജി പഠിക്കുമ്പോൾ ഒരു നിമിത്തം ഉണ്ടായി. അക്കാലത്ത് ഒറീസയിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി. അതിനെതിരെ ABVP നടത്തിയ ഒരു പ്രതിഷേധ മാർച്ചിൽ ധർമ്മേന്ദ്ര പങ്കെടുത്തു. പോലീസ് അദ്ദേഹത്തെ ചെറുതായി മർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും യുവജന അസംതൃപ്തിയും എന്നത് പുതിയ ഒരു കാര്യം അല്ല. ഇന്ത്യയിൽ വളരെ സീരിയസ് ആയ വിഷയമാണ് എന്ന് തിരിച്ചറിയാൻ പുള്ളിക്ക് വേണമെങ്കിൽ സ്വന്തം ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാമായിരുന്നു. പക്ഷേ പുള്ളി നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഭാഗ്യമായി നാണം കണ്ട അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോയ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കുട്ടികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കുന്ന പോസ്റ്ററുകളും മീമുകളും ഒന്നും പുറത്തിറക്കാൻ കഴിയാത്തത്ര ഭീകരമാണ്. നമുക്കത് ഷെയർ ചെയ്യാനും പറ്റില്ല, ജയിലിൽ പോകും. അവരുണ്ടാക്കുന്ന ക്രിയേറ്റീവായ പോസ്റ്ററുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകമായി പരാമർശിക്കേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര റേഞ്ചുള്ള പോസ്റ്ററുകളും കാർട്ടൂണുകളുമാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രചരിക്കുന്നത് ഈ സമൂഹത്തിലാണ്. തീർച്ചയായും മോദി അത് അർഹിക്കുന്നു. എങ്ങനെയാണോ ശരാശരിയേക്കാൾ താഴെ നിലവാരമുള്ള ഒരു മനുഷ്യൻ പ്രൊപ്പഗൻഡ കൊണ്ട് മാത്രം ഇന്ത്യയുടെ വിശ്വഗുരുവായി ഉയർത്തപ്പെട്ടത്, അതിനേക്കാൾ സ്പീഡിലാണ് അങ്ങേരുടെ താഴേക്കുള്ള വീഴ്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഴ്ച അനിവാര്യമാകുന്നു. മുമ്പ് പറഞ്ഞ പോലെ കറ നല്ലതാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം തരുന്നൊരു വീഴ്ചയാണ് ഇത് എന്ന് പറയാതെ വയ്യ. 12 കൊല്ലം ഇന്ത്യ എന്ന രാജ്യം ഭരിച്ചിട്ടും ഐഡിയ ഓഫ് ഇന്ത്യ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ മണഗുണാഞ്ചന്മാർ അധികാര കസേരയിൽ ഇങ്ങനെ ഇനി അധികകാലം ഇരിക്കുന്നത് വലിയ കഥയൊന്നുമില്ല. അവരെ ആ കസേരയിൽ നിന്നൊന്ന് ഇളക്കാൻ പുതിയ തലമുറ തന്നെ വേണ്ടി വന്നു എന്നോർക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഈഗോ അടിക്കുന്നുണ്ട്. ഇനി എന്ത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇനി എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടായതിന് ശേഷം പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ അതിയായ ആഹ്ലാദത്തോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മളത് നേടി. മുഷ്ടി ചുരുട്ടി വായുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ സർക്കാരിൽ ആരും രാജിവെക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ലോകത്തിൽ എന്തും സാധ്യമാക്കാൻ കഴിയുന്നവർ ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പ്രതിഷേധവേദി ആഹ്ലാദ പ്രകടനങ്ങളാൽ നിറഞ്ഞു. പ്രതിഷേധക്കാർ പരസ്പരം ആലിംഗനം ചെയ്തു, സന്തോഷാശ്രു പൊഴിച്ചു, ദേശഭക്തി ഗാനങ്ങൾ പാടി, നൃത്തം ചെയ്തു. വിജയ മുദ്രാവാക്യങ്ങൾ ജനക്കൂട്ടത്തിൽ മുഴങ്ങി. പ്രധാന മുദ്രാവാക്യം നമ്മൾ ശ്രദ്ധിക്കണം, സ്വേച്ഛാധിപതി പരാജയപ്പെട്ടു. ആ മുദ്രാവാക്യമാണ് അവിടെ ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രി വന്നപ്പോൾ മെലഡി ചോക്ലേറ്റുകൾ സമ്മാനിച്ചിരുന്നു. അതിനെ കളിയാക്കുന്ന തരത്തിൽ നിരവധി പേർ മെലഡി ചോക്ലേറ്റുകളും വിതരണം ചെയ്തു. വേദിയിൽ ചക് ദേ ഇന്ത്യ എന്ന പാട്ട് വെച്ചു. ഇനി എന്താണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ ചിലർ ജംഗ് അഭി ബി ജാരി ഹേ, E20 കി ബാരി ഹേ എന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പോരാട്ടം അവസാനിച്ചിട്ടില്ല, ഇനി ലക്ഷ്യം E20 ആണ്. ശരിയാണ്. പെട്രോളിൽ 20% എത്തനോൾ ചേർത്തതിൻ്റെ ലാഭം കൊയ്യുന്ന മുതലാളിമാരിൽ ഒന്ന് ഒരു കേന്ദ്രമന്ത്രിയുടെ കുടുംബമാണ്, അവരുടെ കമ്പനിയാണ്. നമ്മൾ ലോൺ എടുത്ത് വാങ്ങി EMI അടച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ആയുസ്സില്ലാതാക്കി മന്ത്രിയുടെ കുടുംബം കോടികൾ സമ്പാദിക്കണമോ എന്നതാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളുടെ കാലമാണിനി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.